ഹലോ ഗൈസ്, അങ്ങനെ ഞാനും നാട് വിടുകയാണ്. അങ്ങനെ ഞാനും ട്രിവാൻഡ്രം വിട്ട് പോവുകയാണ്. ഞാൻ വേറെ ഒരിടത്തുമല്ല പോകുന്നത്, കേരളത്തിന്റെ അകത്ത് തന്നെയാണ്. ഞാൻ നൈറ്റ് ട്രിവാൻഡ്രം നോർത്തിൽ നിന്നാണ് ട്രെയിൻ കയറിയത്. രാത്രി ആയതുകൊണ്ട് തന്നെ നേരെ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. നല്ലൊരു ഉറക്കമൊക്കെ പാസ്സായപ്പോൾ നമുക്ക് എടുത്തുന്ന ഡെസ്റ്റിനേഷനിൽ രാവിലെ എത്തിയായിരുന്നു. നേരെ എനിക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ള റൂമിൽ പോയി ഫ്രഷ് ആയി ഇറങ്ങിയിട്ടുണ്ട്. ബൈ ദ ബൈ, ഞാനൊരു കോൺടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട് കമന്റ് ചെയ്യുക. പോണ വഴിക്ക് തന്നെ ഒരു ഫുഡും പാസ്സാക്കി അടുത്ത് കണ്ടൊരു ഓട്ടോയും പിടിച്ച് ഞാൻ നേരെ കോൺടെസ്റ്റ് സ്ഥലത്തോട്ട് പോവുകയാണ്. അങ്ങനെ കോൺടെസ്റ്റ് നടക്കുന്ന തലശ്ശേരി ഒരു ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു 12 മണിക്കാണ് എത്താൻ പറഞ്ഞെങ്കിലും ഞാൻ 11:15 അങ്ങ് എത്തിയിട്ടുണ്ട്. ഞാൻ എത്തിയ ടൈം കറക്റ്റ് ആയിരുന്നു. ആ ടൈമിൽ തന്നെ എൻ്റെ കോൺടെസ്റ്റ് കഴിഞ്ഞായിരുന്നു. കോൺടെസ്റ്റ് കഴിഞ്ഞ് പറഞ്ഞാൽ അവിടെ നീട്ടി ചായയും കുടിച്ചും കൊണ്ട് നേരെ കുറച്ച് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കോൾ വന്നായിരുന്നു, നമുക്കുള്ള ബിരിയാണി എത്തിയിട്ടുണ്ട്. അങ്ങനെ ബിരിയാണിയും കഴിച്ച് ഡ്രസ്സും ചേഞ്ച് ചെയ്ത് നമ്മൾ നേരെ തലശ്ശേരി സ്റ്റാൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. തലശ്ശേരി സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ സ്റ്റാൻഡ് പോലെ അല്ല ഗൈസ്. KSRTC കാണാൻ പറ്റൂല. ഇവിടെ കൂടുതലും പ്രൈവറ്റ് ബസ്സുകളാണ് ഞാൻ കണ്ടത്. കാണുമ്പോഴേ ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ അവിടെ കുറച്ച് നേരം തിരിഞ്ഞിട്ട് ഞാൻ നേരെ കണ്ണൂർ ബസ് കയറുകയാണ്. അങ്ങനെ കണ്ണൂർ എത്തിയിട്ട് ഞാൻ കണ്ണൂരിന്റെ ലുലു മാളായ സെക്യൂറിലാണ് ഞാൻ പോയത്. നല്ല പൊരിവെയിലായതുകൊണ്ട് കഴിക്കാനൊന്നും വേണ്ടാത്തതുകൊണ്ട് 2 ഡ്രിങ്ക് അങ്ങ് സെലക്ട് ചെയ്ത് അങ്ങനെ തിരിച്ചു പോകാനായിട്ട് ബസ് കാത്ത് നിന്നപ്പോൾ ഒരു പജറ പോണ കണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനിൽ പോയാൽ ഞാൻ തിരിച്ച് KSRTCയുടെ മിന്നലിലാണ് വരുന്നത്. അങ്ങനെ ബസ് എടുക്കാൻ ടൈം ഉള്ളതുകൊണ്ട് നേരെ കോക്ടെയിൽ കുടിക്കാൻ പോയായിരുന്നു. കണ്ണൂർ വന്നിട്ട് കണ്ണൂർ കോക്ടെയിൽ കുടിച്ചില്ലെന്നാണ് എന്ത് നഷ്ടമല്ലേ. അങ്ങനെ കണ്ണൂർ കോക്ടെയിലും കുടിച്ചായിരുന്നു. അങ്ങനെ തിരിച്ചു വരാൻ വേണ്ടി ബസ്സിൽ കയറി നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയാണ് ഏറ്റവും. ബസ് ബുക്ക് ചെയ്തപ്പോൾ അതിൽ കൊടുത്തുന്ന ടൈമിന് തന്നെ നമ്മൾ തമ്പാനൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചെറിയ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.